നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എന്നാണല്ലോ ഡിസ്പ്ലേ. ആളിവിടെ എത്തിയിട്ടില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടാവോ? എന്തായാലും എടുത്തു കളയാം. ഹലോ ഹലോ, ഇത് പ്രസാദിന്റെ ഫോണല്ലേ? അതെ അമ്മേ. പ്രസാദേട്ടൻ പുറത്താ. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി. ഓ, അത് ശരി. അല്ല, ആരായി സംസാരിക്കുന്നത്? ഞാൻ അഞ്ജലിയാ. പ്രസാദേട്ടന്റെ ഇവന്റുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിന്റെ ആളാ. ഓ, അത് ശരി, സന്തോഷം. അവിടെന്താ ഇന്ന് വല്ല വിശേഷമുണ്ടോ? ദീപാവലി ആയിട്ടേ വീട്ടില് ചില പൂജകളൊക്കെ വേണമെന്ന് പ്രസാദേട്ടൻ പറഞ്ഞു. അതിന് സഹായിക്കാൻ വന്നതാ. അത് നന്നായി. എന്താന്നറിയില്ല, മോളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ എന്തോ എവിടെയോ ഒരു പരിചയമുള്ള പോലെ തോന്നുന്നു. എന്തോ ഒരു അടുപ്പമുള്ള പോലെ. മോൾ അവിടെ എവിടെയാ താമസിക്കുന്നത്? ടൗണിൽ തന്നെ അമ്മേ. ഇവിടുന്ന് ഒരു ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറം. ഓ, ആ ദേ ഹരി വരുന്നു. ഞാൻ ഫോൺ ഹരിക്ക് കൊടുക്കാം. ശരി മോളെ. ഞാനവന്റെ അമ്മയാ. ഞങ്ങളിനി അവിടെ വരുമ്പോ നീ ഒന്ന് അവിടെ വരണം. എനിക്ക് മോളെന്ന് നേരിട്ട് കാണാനാ. വരാം അമ്മേ. ആ, ഫോൺ ഞാൻ ഹരിക്ക് കൊടുക്കാണേ. അമ്മയാ. ദീപാവലിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കിയോടെ? ഓ എന്റെ ഭഗവതി, ഇത്രയും വളർന്നിട്ടും പലഹാരം പലഹാരം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. നീ ആ പെങ്കൊച്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ആരാ അവള്? ഏത് പെൺകൊച്ചു? ആ ഫോൺ എടുത്ത കുട്ടി തന്നെ. അതോ? ആ നമ്മുടെ അഞ്ജലി ചേച്ചി അമ്മേ. നമ്മുടെ അമ്മ ഇവന്റ്സില് സഹായിക്കുന്ന ആളാ. ഓ, കൊള്ളാലോ. നല്ല കുട്ടിയാണോടാ അത്? നല്ല സ്വഭാവമേ. നല്ല തങ്കപ്പെട്ട പാചകമാണമ്മേ. ജിലേബി, ഉണ്ണിയപ്പം, അച്ചപ്പം, ബോളി, ഇതൊക്കെ നല്ല സ്വയംഭം ടേസ്റ്റാ. നാവില് വെച്ച അലിഞ്ഞു പോവും. ഒന്ന് പോടാ. അവന്റെ ഒരു അച്ചപ്പും ബോളിയും. നിനക്കെപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ആ കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ചാ. നല്ല അടുക്കോ ഒതുക്കോ ഒക്കെ ഉള്ള കുട്ടിയാണോന്നാ ഞാൻ ഉദ്ദേശിച്ചേ. അതേമാ, നല്ല സ്വഭാവ. ഞങ്ങള് വലിയേട്ടനുമായി ആളെ ഒന്ന് അടുപ്പിച്ചോണ്ടിരിക്കുക. ആരെയാണോ അടുപ്പിച്ചോണ്ടിരിക്കുന്നത്? ആരാ ഫോണില്? അത് പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ അടുപ്പിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അമ്മയാ. അമ്മേ, ഞാൻ വലിയേട്ടന് ഫോൺ കൊടുക്കാമേ. ആ, കൊടുക്ക്, ചോദിക്കട്ടെ. ആ അമ്മേ, എന്തുണ്ട് വിശേഷമൊക്കെ? ആ, ഇവിടെ നല്ല വിശേഷമാ. അവിടെ നിനക്കോ? ഇവിടെ നല്ല വിശേഷമാണ്. നല്ല വർക്കുകൾ വരുന്നുണ്ട്. പിന്നിതാ ഇന്ന് ഞങ്ങൾ ദീപാവലി പൂജയ്ക്കുള്ള ഒരുക്കത്തിലാ. ആ, അറിഞ്ഞു. ഞാനേ നിന്റെ ആ അഞ്ജലി മോളോട് സംസാരിച്ചു. നല്ല സംസാരാ കുട്ടിയുടെ. എന്റെ അഞ്ജലി മോളോ? അതെ, വേണ്ടാത്ത വിചാരം ചിന്തയൊന്നും വേണ്ട. ആ കുട്ടിയെ ഞങ്ങളുടെ ഇവന്റിന് മുഴുവൻ ഫുഡ് തരുന്നത്. അതാണ് ബന്ധം. ശരി ശരി, ആയിക്കോട്ടെ. തൽക്കാലം പൂജയൊക്കെ നടക്കട്ടെ. ഞാൻ വിളിച്ചോളാം. ഹലോ അമ്മേ. ചേടാ, ഇതെന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അഞ്ജലി, അഞ്ജലി കൃഷ്ണപ്രസാദ്. പേരിലൊരു ഐശ്വര്യമൊക്കെ ഉണ്ട്. എന്റെ ഭഗവതി, അവന്റെ മനസ്സിൽ രാധയെ മറക്കാൻ ഈ അഞ്ജലി ഉപകാരപ്പെടണേ. ഉടനെ അവിടെ നേരിട്ട് ചെന്നിട്ട് വേണം രണ്ടിനെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.